ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് സയൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിൽ കാണുമ്പോൾ വലിയ ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമഗ്രയിൽ ലഭ്യമാണ്. അപ്പോൾ സമഗ്രയിൽ കയറിയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1. സീന ഈസ് ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെറ്റീരിയൽസ് ഡിസോൾവ് ഇൻ വാട്ടർ ആൻഡ് വിച്ച് ഡു നോട്ട്. സീന എന്ത് ചെയ്യാണ്? ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വെള്ളത്തിൽ അലിയുന്നത്, അതുപോലെ ഏതൊക്കെയാണ് ഡിസോൾവ് അലിയാത്തത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുകയാണ്. As a first step, she made a list of things around her. Based on the list, she guessed which materials would dissolve and which would not. അപ്പോൾ അവളുടെ ചുറ്റുമുള്ള കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ട് എന്ത് ചെയ്തു? ആദ്യം അവൾ കുറച്ച് ഗസ് എഴുതി നോക്കി, അതായത് ഏതൊക്കെയാണ് ഡിസോൾവ് ചെയ്യുക, അതുപോലെ ഏതൊക്കെ ഡിസോൾവ് ചെയ്യാത്തത് എന്നൊരു ഗസ് എഴുതി, അതായത് ഊഹം എഴുതി. ബട്ട് വെൻ ഷീ ഡിഡ് ദ എക്സ്പെരിമെൻറ്റ് ഷീ ഫൗണ്ട് മെനി ഓഫ് ഹെർ ഗസ്സസ് വർ റോങ്. പക്ഷേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അവളുടെ ഊഹങ്ങളൊക്കെ ഒരുപാട് തെറ്റായിരുന്നു. ഹിയർ ആർ സീനാസ് ഗസ്സസ്. നമുക്ക് സീന ഗസ് ചെയ്ത് എഴുതിയ ഒരു ടേബിൾ താഴെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഡിസോൾവ്സ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത് ഷുഗർ, ടീ പൗഡർ തേയില, ചില്ലി പൗഡർ മുളക് പൊടി, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, സാൻഡ് മണൽ, ഇത്രയും കാര്യങ്ങൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും എന്നാണ് സീന എഴുതിയത്. ഇനി ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്തത് കോപ്പർ സൾഫേറ്റ്, ബേക്കിംഗ് സോഡ, അപ്പക്കാരം, അയൺ പൗഡർ, നമ്മുടെ ഇരുമ്പ് പൊടി, സാൾട്ട്, ഉപ്പ്, സോപ്പ് പൗഡർ, ഇത്രയും നോട്ട് ഡിസോൾവ് ചെയ്യില്ല എന്നാണ് സീന എഴുതിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് മക്കളെ കറക്റ്റായിട്ട് വരിക? ആദ്യം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതാണ് ഷുഗർ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, കോപ്പർ സൾഫേറ്റ്, ബേക്കിംഗ് സോഡ, സോൾട്ട്, സോപ്പ് പൗഡർ. ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യാത്തത് ടീ പൗഡർ, ചില്ലി പൗഡർ, സാൻഡ്, അയൺ പൗഡർ. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ ബി. വിച്ച് ഗ്യാസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. നമുക്കൊക്കെ അറിയാം കാർബൺ ഡയോക്സൈഡ് പ്ലസ് സോഡ എന്ന് പറയുന്നത്. സൊല്യൂട്ട്, സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ. ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള സൊല്യൂട്ട് ഏതാണ്, സോൾവെന്റ് ഏതാണ്, സൊല്യൂഷൻ ഏതാണ്? സൊല്യൂട്ട് ഷുഗർ ആണ്, സോൾവെന്റ് വാട്ടർ ആണ്, സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ ആണ്. സൊല്യൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഏത് വസ്തുവാണോ വാട്ടറിൽ ലയിക്കുന്നത് അതാണ് സൊല്യൂട്ട്. സോൾവെൻ്റ് എന്ന് വെച്ചാൽ ആ വസ്തു ഏതിലാണോ ലയിക്കുന്നത് അതാണ് സോൾവെൻറ്റ്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടെ ചേർന്നുണ്ടാവുന്നതാണ് സൊല്യൂഷൻ. ആക്ടിവിറ്റി 2. അനലൈസ് ദ ടേബിൾ ഷോയിങ് ദ ഡെയിലി യൂസേജ് ഓഫ് പ്യുവർ വാട്ടർ. എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. പേർപ്പസും യൂസേജും ആണ് കേട്ടോ. ഡ്രിങ്കിങ് പേർപ്പസിന് വേണ്ടിയിട്ട്, കുടിക്കാൻ വേണ്ടിയിട്ട് 2.5 മുതൽ 3.5 ലിറ്റർ വരെ. കുക്കിംഗ് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യാൻ 3 to 4 ലിറ്റേഴ്സ്. ബാത്തിങ് ആൻഡ് വാഷിംഗ് ക്ലോത്ത്സ്, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റേഴ്സ്. വാഷിംഗ് ആനിമൽസ്, മൃഗങ്ങളെ കഴുകാൻ 25 ലിറ്റേഴ്സ്. വാഷിംഗ് വെഹിക്കിൾസ്, വാഹനം കഴുകാൻ 50 ലിറ്റേഴ്സ്. ക്വസ്റ്റ്യൻ എ. എക്സാമൈൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് വിച്ച് ആക്ടിവിറ്റീസ് വേസ്റ്റ് പ്യുവർ വാട്ടർ. ശുദ്ധജലം പാഴാക്കി കളയുന്ന സന്ദർഭങ്ങൾ ഇതിൽ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് മക്കളെ. ബാത്തിങ് ആൻഡ് വാഷിംഗ് ക്ലോത്ത്സും വാഷിംഗ് ആനിമൽസും വാഷിംഗ് വെഹിക്കിൾസും ആണ്. അതായത് ശുദ്ധജലം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, ഇക്കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ എമൗണ്ടിൽ ചിലവാക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് വേസ്റ്റ് ചെയ്യുകയാണ്, വെള്ളം പാഴാക്കി കളയുകയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ബി. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിലുള്ള വാട്ടറിൻ്റെ പെർസെൻറ്റേജ്, രക്തത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 50% ആണ്, അല്ലെങ്കിൽ 50 to 55% എഴുതിയാലും ശരിയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ സി. ക്രിയേറ്റ് എ പോസ്റ്റർ ടു മേക്ക് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ അവെയർ ഓഫ് പ്രിവെൻറ്റിംഗ് പ്യുവർ വാട്ടർ വേസ്റ്റേജ്. ശുദ്ധജലം പാഴാക്കി കളയുന്നതിനെതിരെ നിങ്ങളുടെ സ്കൂളിൽ തയ്യാറാക്കാവുന്ന എഴുതി ഒട്ടിക്കാവുന്ന 2 പോസ്റ്റർ വാചകങ്ങൾ എഴുതുക. വാട്ടർ ഈസ് പ്രഷ്യസ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കി കളയരുത്. കൺസേർവ് വാട്ടർ ഫോർ ടുമോറോ. വെള്ളം നാളേക്കായി സംരക്ഷിക്കൂ. ആക്ടിവിറ്റി 3. ദ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു വേരിയസ് പ്ലേസസ്. ചെടികളുടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ആസ് എ റിസൾട്ട്, ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ ആൻഡ് ദ സെയിം പ്ലാന്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വേരിയസ് റീജിയൻ. അതിൻ്റെ ഫലമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ വ്യത്യസ്ത സസ്യങ്ങളും അതുപോലെ ഒരു സസ്യം തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. പ്ലാന്റ്സ് യൂസ് സെവറൽ മെത്തേഡ്സ് ഫോർ സീഡ് ഡിസ്പേഴ്സൽ. വിത്ത് വിതരണത്തിന് വേണ്ടിയിട്ട് ചെടികൾ പല മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. ക്വസ്റ്റ്യൻ എ. ഫ്രം ദ ഗിവൺ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ വിച്ച് വൺസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ ബേർഡ്സ്.
പക്ഷികളുടെ സഹായത്തോടു കൂടിയിട്ട് വിത്ത് വിതരണം നടത്തുന്ന ഒരു പ്ലാന്റ് ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം കോക്കനട്ട് ഡിസ്പേഴ്സൽ വാട്ടറിലൂടെയാണ്. സെക്കൻഡ് ഗുവയാണ് എന്ത് ബൈ ബേർഡ്സ് അല്ലെങ്കിൽ ബൈ ആനിമൽസിലൂടെ ഡിസ്പേഴ്സൽ നടക്കുന്നത് ഗുവയിലാണ്, പേരയ്ക്കയിലാണ്. സീ ലേഡീസ് ഫിംഗർ നമ്മുടെ വെണ്ടയ്ക്ക ബൈ ബേഴ്സ്റ്റിംഗ് ആണ് കേട്ടോ, പൊട്ടിത്തെറിയിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ആൻസർ ഗുവയാണ്. അതിലുള്ള ക്വസ്റ്റ്യൻ ബി, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓൺ സീഡ് ഡിസ്പേഴ്സൽ. മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സലിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് ബൈ വിൻഡിലൂടെ നടക്കുന്ന സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് ഒന്ന് മിൽക്ക് വീഡ് സീഡും മിൽക്ക് വീഡ് പാപ്പൂസും, പിന്നെ രണ്ടാമത്തേതൊന്ന് ഡ്രം സ്റ്റിക്കുമാണ്, നമ്മുടെ മുരിങ്ങക്കായുമാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ മാംഗോയും മലബാർ പ്ലമ്മും ഉണ്ട്. അത് രണ്ടും ബൈ ആനിമൽസ് ആണ്, മൃഗങ്ങളിലൂടെയാണ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. മൂന്നാമത്തേത് വാട്ടറിലൂടെ ഡിസ്പേഴ്സൽ നടക്കുന്നത് ഒന്നുകിൽ ലോട്ടസ് എഴുതാം, അല്ലെങ്കിൽ വാട്ടർ ലില്ലി എഴുതാം, അതല്ലെങ്കിൽ കോക്കനട്ട് എഴുതാം. ഓക്കെ. അവസാനത്തേത് ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ്, അതായത് പൊട്ടിത്തെറിയിലൂടെ വിതരണം നടക്കുന്നത് കോട്ടൺ ഉണ്ട്, അതായത് പഞ്ഞിയുണ്ട്, പിന്നെ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്കുണ്ട് കേട്ടോ. Activity 4. Observe the pictures of leaves and roots of plants like green gram, mango, coconut and bamboo. ഗ്രീൻ ഗ്രാമിൻ്റെയും അതായത് പയറിൻ്റെയും പിന്നെ മാവിൻ്റെയും തെങ്ങിൻ്റെയും മുളയുടെയും ഒക്കെ ചിത്രങ്ങളും അതുപോലെ അതിൻ്റെ ലീഫിലെ ചിത്രവും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ലീഫിൻ്റെയും വേരിൻ്റെയും ചിത്രം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഒബ്സർവ് ദ ഇമേജ് ആൻഡ് ഐഡൻറ്റിഫൈ 2 plants വിത്ത് ദ സെയിം വിനേഷൻ പാറ്റേൺ. 2 plants ഇതിൽ സെയിം വിനേഷൻ ആണ്. ആ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഗ്രീൻ ഗ്രാമിനും അതുപോലെ മാംഗോയ്ക്കും സെയിം വിനേഷനാണ്, റെട്ടിക്കുലേറ്റ് വിനേഷനാണ്. പിന്നെ കോക്കനട്ടിനും ബാംബുവിനും സെയിം വിനേഷനാണ്, അതായത് പാരലൽ വിനേഷനാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോംബോ എഴുതിയാൽ മതിയേ. ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ വിനേഷൻ പാറ്റേൺസ് ആൻഡ് റൂട്ട് സിസ്റ്റം ഫോർ ഈച്ച് പ്ലാന്റ്. നമുക്ക് താഴെ പ്ലാന്റ്സിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഓരോ പ്ലാന്റിൻ്റെയും വിനേഷൻ ഏതാണ്, അതുപോലെ റൂട്ട് സിസ്റ്റം ഏതാണെന്നാണ് എഴുതേണ്ടത്. ആദ്യം ഗ്രീൻ ഗ്രാം, പയറിൽ റെട്ടിക്കുലേറ്റ് വിനേഷനാണ്, മാംഗോയിൽ റെട്ടിക്കുലേറ്റ് വിനേഷനാണ്, കോക്കനട്ടിൽ പാരലൽ വിനേഷനാണ്, ബാംബുവിലും പാരലൽ വിനേഷനാണ്. റൂട്ട് സിസ്റ്റം നോക്കാം. ഗ്രീൻ ഗ്രാമിലും മാംഗോയിലും ടാപ്പ് റൂട്ട് സിസ്റ്റവും, കോക്കനട്ടും ബാംബുവും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവുമാണ്. അപ്പോൾ റെക്ടിക്കുലേറ്റ് വിനേഷനുള്ള എല്ലാ സസ്യങ്ങൾക്കും എന്തായിരിക്കും, ടാപ്പ് റൂട്ട് സിസ്റ്റവും. പാരലൽ വിനേഷനുള്ള എല്ലാ സസ്യങ്ങൾക്കും ഫൈബ്രസ് റൂട്ട് സിസ്റ്റവും ആയിരിക്കും. അത് പഠിച്ചു പോവണേ. ആക്ടിവിറ്റി 5. എക്സാമിൻ ദ ഇമേജസ് ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ഗിവൺ ബിലോ. താഴെ നമുക്ക് 2 കോൺസ്റ്റലേഷൻസിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, ഐഡൻറ്റിഫൈ ദ നെയിംസ് ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ഇൻ ദ ഇമേജസ്. ഈ ചിത്രങ്ങളിലുള്ള കോൺസ്റ്റലേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഓറിയോനാണ്, ഹണ്ടർ എന്ന് എഴുതിയാലും മതി. രണ്ടാമത്തേത് സപ്തർഷീസ് ആണ്. ക്വസ്റ്റ്യൻ ബി, ഇൻ വിച്ച് മന്ത് ക്യാൻ ബി കോൺസ്റ്റലേഷൻ ഇൻ ഇമേജ് 1 ബി സീൻ ഇൻ ദ സ്കൈ. നമുക്ക് ഇമേജ് 1 തന്നിട്ടുള്ള കോൺസ്റ്റലേഷൻ, അതായത് ഓറിയോൺ അല്ലെങ്കിൽ ഹണ്ടർ എന്ന് പറയുന്ന ഈ കോൺസ്റ്റലേഷൻ ഏത് മന്താണ് വിസിബിൾ ആയിട്ടുള്ളത്, ഏത് മന്തിലാണ് നമുക്ക് ആകാശത്ത് കാണാനായിട്ട് സാധിക്കുന്നത്? ഡിസംബറിലാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ സി, ഹൗ മെനി സ്റ്റാർസ് ക്യാൻ ബി ക്ലിയർലി സീൻ ഇൻ ഇമേജ് 2. ഇമേജ് 2 അതായത് സപ്തർഷീസിൽ നമുക്ക് എത്ര സ്റ്റാർസ് ക്ലിയർ ആയിട്ട് കാണാം? 7 സ്റ്റാർസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ആ പേര് സപ്തർഷീസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ ഡി, റൈറ്റ് ദ നെയിം ഓഫ് ദ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് വിത്ത് സ്കൈ വാച്ചിങ്. സ്കൈ വാച്ചിങ്ങിന് സഹായിക്കുന്ന 2 സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണ്? നമ്മളത് പഠിച്ചിട്ടുണ്ട്. കെ സ്റ്റാറും സ്റ്റെലേറിയവുമാണ്. കെ സ്റ്റാർ ആൻഡ് സ്റ്റെലേറിയം. ആക്ടിവിറ്റി 6. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO പ്ലാൻസ് മെനി സ്പേസ് മിഷൻസ് ലൈക്ക് ചന്ദ്രയാൻ. ചന്ദ്രയാൻ പോലുള്ള ഒട്ടേറെ സ്പേസ് മിഷൻസ് നമ്മളുടെ ISRO എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻസ് നടത്തുന്നുണ്ട്. ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. താഴെ തന്നിട്ടുള്ള ഈ ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യണം, അതായത് മിഷനും അതിൻ്റെ ഒബ്ജക്റ്റീവ് ഉദ്ദേശ്യം എന്താണെന്നുള്ളത് ഫില്ല് ചെയ്യണം. ആദ്യത്തേത് മാർസ് എക്സ്പെഡീഷനാണ്, അതായത് ചന്ദ്ര പര്യവേഷണമാണ്. അതിന് നമ്മൾ ചെയ്തിട്ടുള്ള മിഷൻ്റെ പേരെന്താണ്? മംഗൾയാൻ എന്നാണ് കേട്ടോ. ഇനി രണ്ടാമത്തേത് ആദിത്യ L1 സൺ എക്സ്പെഡീഷൻ ആണ്, അതായത് സൗര പര്യവേഷണമാണ്, സൂര്യനെ കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളാണ്. അവസാനത്തേത് ഗഗൻയാൻ സ്പേസ് എക്സ്പെഡീഷൻ ആണ്. ക്വസ്റ്റ്യൻ ബി, സ്പേസ് സ്റ്റേഷൻസ് ആർ ലബോറട്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്പേസ്. സ്പേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ലബോറട്ടറീസ് ആണ് എന്ത് പറയുന്നത് നമ്മൾ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദോസ് ഹൂ ഗോ ടു സ്പേസ് സ്റ്റേഷൻ. സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നോ എയർ, വായു ഉണ്ടാവില്ല. നോ വാട്ടർ, വെള്ളം ഉണ്ടാവില്ല. നോ ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ ബലം ഉണ്ടാവില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ സി, ദ മൂൺ ഈസ് ദ എർത്ത്സ് നാച്ചുറൽ സാറ്റലൈറ്റ്. മൂൺ എന്ന് പറയുന്നത് ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. മൂൺസ് നോൺ ലൂമിനസ് നേച്ചർ ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്.
ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത, ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്? അതിന് തിളങ്ങാനുള്ള കഴിവില്ല എന്നുള്ളതാണ് കേട്ടോ. റൈറ്റ് 2 more ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മൂൺ. മൂണിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സും കൂടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 പ്രത്യേകതകളൂടെ എഴുതുക. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എർത്ത്. ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ പ്രസൻസ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത് രണ്ടും മൂണിൻ്റെ പ്രത്യേകതകളാണ്. ആക്ടിവിറ്റി 7 ക്വസ്റ്റ്യൻ എ കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. നമുക്ക് താഴെ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിൻ്റെ യൂസും ആണ് തന്നിട്ടുള്ളത്. അതിൽ മിസ്സായിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് ഇൻസാറ്റ് ആണ്. ഇൻസാറ്റ് യൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ അസ്ട്രോണമിക്കൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ പേര് ആസ്ട്രോസാറ്റ് എന്നാണ്. ഇനി GSAT-7 എന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫൻസിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ബി റൈറ്റ് ദ നെയിം ഓഫ് ദ ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. GPS-ന് സമാനമായിട്ടുള്ള ഇന്ത്യൻ സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? IRNSS. റോക്കറ്റ് ലോഞ്ചസ് ആർ ക്യാരിഡ് ഔട്ട് ഫ്രം സ്പെസിഫിക് സെൻറ്റേഴ്സ്. പ്രത്യേക സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉള്ളത് കേട്ടോ. സം ഇൻഫർമേഷൻ അബൌട്ട് സച്ച് സെൻറ്റർ ഇൻ അവർ കൺട്രി ഈസ് പ്രൊവൈഡഡ് ബിലോ. നമ്മുടെ രാജ്യത്തുള്ള അതുപോലെയുള്ള ഒരു റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ആ റോക്കറ്റ് ലോഞ്ച് സെൻറ്ററിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1971. 1971 അത് അതിലുള്ള റോക്കറ്റ് ലോഞ്ചിങ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സ്പേസ് സെൻറ്ററിൻ്റെ റോക്കറ്റ് ലോഞ്ചിങ് സെൻറ്ററിൻ്റെ പേരെന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ഏതാണ് മക്കളെ? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ആണ്. പിന്നെ ഒന്നുള്ളത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അല്ലെങ്കിൽ ഏതാണ്? തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ് കേട്ടോ. ആക്ടിവിറ്റി 8 എക്സാമിൻ ദ ഇമേജസ് പ്രൊവൈഡ് ഹിയർ. ഇവിടെ താഴെ തന്നിട്ടുള്ള ഇമേജ് നോക്കൂ. ക്വസ്റ്റ്യൻ എ റൈറ്റ് വാട്ട് A, B റെപ്രസെൻറ്റ് ഇൻ ദ ഇമേജ്. ഈ ഇമേജിൽ തന്നിട്ടുള്ള എയും ബിയും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. A റാഡിക്കിളാണ്, B കോട്ടിലിഡൻസ് ആണ്. ക്വസ്റ്റ്യൻ ബി വാട്ട് ഈസ് ദ ചേഞ്ച് ഒക്കറിങ് ഇൻ ഈച്ച് പാർട്ട്. നമ്മുടെ സസ്യം വളരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാന്റ് വലുതാവുന്ന സമയത്ത് ഈ 2 പാർട്ടിനും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റാഡിക്കിൾ ചേഞ്ചസ് ഇൻ ടു റൂട്ട്. റാഡിക്കിൾ എന്തായിട്ട് മാറും? റൂട്ടായിട്ട് മാറും. ആൻഡ് കോട്ടിലിഡൻസ് ചേഞ്ചസ് ഇൻ ടു പ്രൈമറി ലീവ്സ്. കോട്ടിലിഡൻസ് പ്രൈമറി ലീവ്സ് ആവും, അതായത് ആദ്യം വരുന്ന ഇലകളില്ലേ അതായിട്ട് മാറും. ക്വസ്റ്റ്യൻ സി ക്ലാസിഫൈഡ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്. താഴെ നമുക്ക് കുറച്ച് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഏതാണ്? അതായത് നമ്മൾ പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് കുഴിച്ചിടുന്ന അല്ലെങ്കിൽ നടുന്ന പാർട്ട് ഏതാണ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള പ്ലാന്റ്സ് പാഡി, ടാപ്പിയോക്ക, മിറാക്കിൾ ലീവ്സ് പ്ലാന്റ്, അതായത് ബ്രയോഫിലം, ബ്രെഡ് ഫ്രൂട്ട്, പീ, ജാസ്മിൻ, കറി ലീവ്സ്, ഗ്രൗണ്ട് പാം, അതായത് നിലപ്പന. നമുക്കിനി ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ആദ്യം ഫ്രം സ്റ്റെമ്മ്, തണ്ടിൽ നിന്നുണ്ടാവുന്നത് ടാപ്പിയോക്ക. പിന്നെ ഫ്രം റൂട്ട്, വേരിൽ നിന്നുണ്ടാവുന്നത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ജാസ്മിൻ, കറി ലീവ്സ്, ബ്രെഡ് ഫ്രൂട്ട്. പിന്നെ ഫ്രം ലീഫ്, ഇലയിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ബ്രയോഫിലം. പിന്നെ ഫ്രം ഫ്രൂട്ട്, പാഡി, പീ, നിലപ്പന. അതായത് ടാപ്പിയോക്ക എന്ന് വെച്ചാൽ അറിയാലോ, കപ്പ. പിന്നെ ജാസ്മിൻ, മുല്ല. കറി ലീവ്സ്, കറിവേപ്പ്. ബ്രെഡ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ മപ്ലാവാണ്. പിന്നെ അതുപോലെ ബ്രയോഫിലം എന്ന് വെച്ചാൽ ഇലമുളച്ചി. പാഡി, നെല്ല്. പീ, പയർ. നിലപ്പന എന്ന് വെച്ചാൽ നിലപ്പന. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ? സിമ്പിൾ അല്ലേ? ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ STD 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ചാനലിൽ ആ വീഡിയോസൊക്കെ ലഭ്യമാണ് കേട്ടോ. മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്